അളി ഒരു ഐഡിയ ഉണ്ട്. അളി 6 മാസം ജയിലിലായിരുന്നല്ല, ആ സമയത്ത് നമ്മളെ ഏരിയയിൽ പുതിയൊരു ബാർബർ വന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ ബാർബർ ഷോപ്പിലോട്ട് പോവാം. അളി അവൻ നടന്നു വെട്ടുന്ന ആളാണെന്ന്. അപ്പൊ ആകെ ബുദ്ധിമുട്ടുമല്ലോ. എന്താളിയാ, ഞാനും കൂടെ നടക്കേണ്ടി വരുമല്ലോ. അതല്ല അളിയാ, അവൻ നമ്മൾ വിളിക്കുന്നിടത്ത് വന്ന് വെട്ടിത്തരുമെന്ന്. അവരെ വിളി. വിളിക്കാം, പക്ഷേ കക്ഷി ഓൺലൈനാണ് കേട്ടാ. അപ്പൊ ഓണത്തിന് വെട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞാ കൂടി പോകും. കാര്യം എനിക്ക് 12 മണിക്ക് മണ്ഡപത്തി എത്തണം കേട്ടാ. ഹലോ ഹലോ പലണാ അണ്ണാ, എന്റെ അളിയനെ ഒന്ന് മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടണം. ഞാൻ പോരാം. അണ്ണ എവിടെ ഇരിക്കണേ? എന്നെ ചെത്തി. എന്നെ ചെത്തിയെന്ന്. നിന്നെ ചെത്തി അവനെ ഞാനും ചെത്തും. അയ്യോ, അങ്ങനെ അല്ല പറഞ്ഞത്. എന്നെ ചെത്തി. അവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ നമ്മളെ വീട്ടിലോട്ട്. ഞാൻ എത്തിയടാ. വന്നു. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടി വിളിച്ച് പറഞ്ഞില്ല, അതിനു മുമ്പേ ഓടിങ്ങെത്തി. ഞാൻ ആ കൊളക്കരയിൽ ഇരിക്കല്ലായിരുന്ന. കുളത്തിന്റെ കരയൊക്കെ നീരാ പച്ചത്തവളയോ? അയ്യേ, ഇത് പറഞ്ഞിട്ട് എന്തിനാ ചിരിക്കുന്നത്? ഞാൻ വർഷത്തിലൊരിക്കലേ തമാശ പറയത്തുള്ളൂ, അത് കേട്ട് ഞാൻ തന്നെ ചിരിക്കും. അയ്യേ, ഇതെന്താ ചിരിയടാ ഇത്? ഇതാരെന്ന് മനസ്സിലായ? ഇല്ല. ബാർബർ. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ബാർബർ ചക്രവർത്തിക്ക് എന്റെ പ്രണാമം. കുതിര എവിടെ? കുതിരയില്ല, കുതിരയുടെ വാലുണ്ട്, കാണണോ? എന്തോന്നാണ് ഇത്? ആരെന്നറിഞ്ഞിട്ടാണ് ആളീ സംസാരിച്ചത്? ബാർബർ ചക്രവർത്തി ഒന്നുമല്ല, ബാർബർ ബാലയണ്ണൻ. ആണോ? അതെന്തോന്ന്? ഞാൻ നേരത്തെ ആളറിയാതെ വണങ്ങിയില്ലേ, അത് ഞാൻ തിരിച്ചെടുത്തത്. അയ്യേ, എന്നെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണ അവനോട്. സംഭവം എന്താ? ഇത് എന്റെ അളിയനാണ്. 3 കത്തിക്കുത്ത് കേസിലെ പ്രതിയാണ്. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ ഉള്ളൂ. എന്നിട്ടാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? ഉള്ള സത്യാവസ്ഥ പറഞ്ഞ നിങ്ങൾ മുടി വെട്ടാൻ വരുമോ? ഇല്ല. പിന്നെ കക്ഷിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഒറ്റ തുണ്ടിന് 2 വെട്ടാണ്. ഒരു വെട്ട് വെട്ടിയാലേ തല വേറെ ഉടലി വേറെ. അപ്പൊ ചന്തയിൽ മീൻ വെട്ടായിരുന്ന പണി? ഇത് എന്തോന്ന് പറഞ്ഞോണ്ട് വരണത്? പണിയൊക്കെ അറിയാം. അറിയാം. ഞാൻ 5-6 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടായിരുന്നു? സവാളയില്. സവാളയിരിക്കാൻ നീ പുഴുവോ? അയ്യോ അല്ല, അണ്ണനെ കണ്ടപ്പോ പേടിച്ചിട്ട് മാറിപ്പോയതാ. കലാലയില്. അണ്ണാ ഞാൻ സത്യം ചോദിക്കട്ടാ, അണ്ണൻ കൊച്ചിയിലെ ആരായിരുന്നു? അണ്ണാ കൊച്ചിയിലല്ലോ, ഞാൻ കൊല്ലത്തല്ലായിരുന്നു. അതല്ല, അണ്ണൻ കുഞ്ഞിലെ ആരായിരുന്നെന്ന്. കൈക്കുഞ്ഞായിരുന്നു. അല്ല, അണ്ണൻ എപ്പോഴാണ് ഈ ഗൂണ്ടയായത്? 1995 കണ്ണൂർ ഇരുട്ടടി അടിക്കാൻ വേണ്ടി ഞാൻ ഇരുട്ടത്തിരിക്കുമ്പോ. ഇരുട്ടടി അടിക്കാൻ ഇരുട്ടത്തിരുന്നല്ലേ പറ്റൂ. വെളിച്ചത്തിരുന്ന് അടിച്ചാൽ വെളിച്ചത്തടിയായി പോകും. അവൻ തള്ളിയിട്ട് എന്നെ അടിച്ചതിന്. അവനെന്റെ അളിയൻ. അവൻ എന്ത് ചെയ്താൽ ഞാൻ നിന്നെ തല്ലത്തുള്ളൂ. നീ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യണമെന്ന്. അളിയനെ സേവ് ചെയ്യണം. എനിക്ക് ബാങ്കിൽ കൊണ്ടൊരു അക്കൗണ്ട് ഉണ്ട്. എന്തോന്നിന്? അളിയനെ സേവ് ചെയ്യണമെന്ന്. സേവ് ചെയ്യണമെന്നല്ല, ഷേവ് ചെയ്യണോ. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടല്ലോ, ദേഹത്ത് ടച്ച് ചെയ്യില്ല. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടു. എന്താണ്? അളിയന്റെ ദേഹത്ത് ടച്ച് ചെയ്യാതെ ഷേവ് ചെയ്യണം. ടച്ച് ചെയ്യില്ല. അങ്ങനെ ഞാൻ ടച്ച് ചെയ്യൂല. ധൈര്യമായിട്ടിരി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന്. ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന്. ടച്ച് ചെയ്യത്തില്ല. അപ്പോഴും വെട്ടും. ദേഹത്ത് ടച്ച് ചെയ്യില്ലെന്ന്. ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? കമ്പലെല്ലാം വെച്ച് കെട്ടി ചെയ്യണത്. നടക്കൂലെന്ന് പറഞ്ഞില്ല. ഇത് അങ്ങനെ ശരിയാവൂലെന്ന്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണനും എന്റെ ഇക്കളുണ്ടാവുമെന്ന്. ഇക്കിളി ഉണ്ടാവും. എന്തായാലും കാര്യം ചെയ്യ്. അണ്ണനെ ഷേവ് ചെയ്യാൻ ഇരിക്കുകയല്ല എന്നങ്ങ് മനസ്സിൽ വിചാരിക്കും. ഞാൻ പിന്നെ പറങ്ങാണ്ടി വർക്കായിരിക്കണം. അതല്ല എന്നെ പൊന്നളിയാ, ആളി ആരെങ്കിലും വെട്ടുന്നു കുത്തുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഭീകരമായിട്ട് മതി. പക്ഷേ ഇത് ശരിയാവൂലേ? ഇതെനിക്ക് കൊണ്ടുപറ്റും. പെട്ടോ ഒരു വഴിയേ ഉള്ളൂ. അളിയൻ കുറച്ചു നേരം ഉറങ്ങ്. ദാണ്ട പോണ്. അളിയ എവിടെ പോണ്? ഉറങ്ങാൻ പറഞ്ഞു. അളിയ ഇവിടെ ഇരുന്ന് ഉറങ്ങളിയാ. ഇവിടെ ഇരുന്ന് ഉറങ്ങി. അല്ലെ, അങ്ങനെ ചുമ്മാ ഇരുന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ പാട്ട് കേൾക്കണം. എനിക്കൊരു കാര്യം ചെയ്യാം. കൊച്ചുകൾ ഉറക്കുന്ന പാട്ട് പാടാം. ആ പാട്ട് പാട്. ദേഹത്ത് ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യില്ല. വാവാവം വാവക്കം വാവോ. ചാച്ചകം. വാവാവം വാവക്കം വാവോ. വാവാവം വാവക്കം വാവോ. വാവാവം വാവക്കം വാവോ. ഇത്ര അത്യാവശ്യമായിട്ടെ നിന്റെ അളിയനെ ഒരിക്കലും എവിടെ കൊണ്ടുപോകും? അണ്ണാ, ഇന്ന് ഞാൻ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണമല്ലാണ് 12 മണിക്ക്. അതിന് നീ അളിയനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി വിറപ്പിച്ചിട്ട് പെണ്ണിനെ പിടിച്ചിറക്കി കൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെങ്കിലും പോയി ജീവിക്കാനാണല്ലേ? നിന്റെ പെണ്ണെങ്ങനെയാ?
എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. ഇല്ല, നല്ല പെണ്ണാണ്. കാണാൻ ഭയങ്കര രസമാണ്. ഡേയ്, അവിടെ പോയി പ്രശ്നവും ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ല, 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 ഇല്ല. ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാതിരിക്കുകയായിരുന്നു. എന്നാ? എടാ, ഇന്നലെ ജംഗ്ഷനിൽ എന്തിനാ പ്രശ്നം നടന്നത്? ആണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടേണ്ടതാണ്. തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ വാർഡ് മെമ്പർ തമ്മിൽ ഭയങ്കര പ്രശ്നം. എന്തായിരുന്നു? ആ സ്കൂളിന്റെ അങ്ങോട്ട് ഇറങ്ങി പോണ വഴി കംപ്ലീറ്റ് കാടും പടലും അടിച്ച് കിടക്കില്ല. അപ്പൊ അവിടെ വന്ന് പറഞ്ഞ് ഈ കാടും പടലും വെട്ടണം, പാമ്പ് കയറി കിടക്കില്ലെന്ന് പറഞ്ഞു. വാർഡ് മെമ്പർ പറഞ്ഞു വെട്ടുകാടെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ അവിടെ അടിക്കാടോടങ്ങ് വെട്ടിയും കളയണം. വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമില്ലല്ലോ. പിന്നെ വൈകിട്ട് എന്തിനാ പോലീസ് വന്നത്? വൈകിട്ട് പോലീസ് വന്നത് പോലീസിനെ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്തൊരു കാര്യം? നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങണ വഴിയില്ല, അവിടെ മുഴുവൻ കാടും പടലും വളർന്ന് കിടക്കില്ലേ, അവിടെ കൊണ്ട് പാമ്പിന്റെ ശല്യം. അവിടെ അടിക്കാടോടങ്ങ് വെട്ടി അങ്ങ് കളയണ്ടായിരുന്നു. എസ് ഐ പറഞ്ഞതും വെട്ടി കളഞ്ഞങ്ങോട്ട്. അവിടെ വേറെ വിഷയമില്ലല്ലോ, പ്രശ്നം തീർന്നു. അവിടെ പ്രശ്നം തീർന്നല്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടില് നല്ല എസ് ഐയും വാർഡ് മെമ്പർമാരുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.